ഈ താത്ത അവിടെ തന്നെ ഈ താത്തന്നെ മടിക്ക് ആളെല്ലാം കിടത്തണം. മാക്സിമം നമുക്ക് ഓട്ടോറിക്ഷയിൽ പറ്റണ മാതിരി പറയാനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കുക, വഴി തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞ മാതിരി നമ്മൾ രണ്ട് കാലം ഒന്നിങ്ങനെ അകത്തി വെക്കുക. ഇവിടുന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്രസവിച്ചിങ്ങനെ വരുന്ന കുട്ടിനെ കാണാൻ തലഭാഗം ഇങ്ങനെ വരുന്നതിൽ കാണാൻ പറ്റും. അപ്പൊ തലഭാഗം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതെന്തിനാണ് നമ്മളെ പഠിപ്പിക്കുന്ന ആദ്യം പഠിക്കണം. ജീവിതത്തിലെ നേരത്തെ ഊര കെട്ടണോ, പ്രസവത്തില് കുട്ടിനെ കിട്ടി കുട്ടി വിളിച്ചു ഉമ്മ ജീവനോടുണ്ട് ഇതും കേട്ടു. ഇതൊക്കെ കേൾക്കൽ കുറഞ്ഞെങ്കിൽ കാര്യമെല്ലാം കുട്ടിയാണ് പോയി കിട്ടും. വിഷമോ പ്രസവത്തിന്റെ വേദന എടുത്തിട്ട് വണ്ടിയിൽ ഉരുക്കി പിടിച്ചടി. അത് നമ്മളൊക്കെ എവിടെ കാണലുണ്ട്, എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോ ഇവിടെ മുട്ടിക്കാണ്ട് വേണ്ട അവിടെ കൊണ്ടോണ്ടത് കുട്ടിമാരടിച്ചുള്ള സാധനമല്ല. അതിനോട് വയറുകൂടി വരുന്നുണ്ട് നിങ്ങളെ കൊണ്ടാ പോണ്ടി പോരേലുള്ളത് പോകാൻ ഞാനുള്ളതിന്റെ അഡ്മിറ്റാക്കാൻ പറയും. ഞാനിപ്പോ ഈ പറഞ്ഞതൊക്കെ പ്രസവത്തിന്റെ ഡേറ്റ് ആയിട്ട് പോകാതെ നമ്മളൊക്കെ പെറ്റി പോകാറില്ല എന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. പോകുന്നതിന് എടുക്കലാണ്. ആ കാര്യങ്ങളെല്ലാം പ്രാദേശികപരമായി നടപ്പിൽ വരുത്തുക എന്നുള്ളതുകൂടി SOS-ന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും ഒക്കെ വ്യവസ്ഥാപിതമായ പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് തന്നെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാന്ത്വന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഇന്ന് രാവിലെ നടന്ന പല്ലാറിൽ നിന്ന് അജ്ദപ്പടിയിലേക്ക് പോകുന്ന പുതിയ റോഡ് അതിൻ്റെ ഓരങ്ങൾ ക്ലീൻ ചെയ്യുക ഒരു നാടിന്റെ അനിവാര്യതകളിൽ പെട്ടതാണ്. അനസ് സഖാഫി ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും രാഷ്ട്രീയ ഭൗതിക സംഘടനകൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടേണ്ടതല്ല അത്. അതൊക്കെ നമ്മുടെ കൈകൾ എത്തേണ്ടുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അത്തരം കാര്യങ്ങൾ ഇനിയും കണ്ടെത്തി അതിനൊക്കെ നമ്മുടെ സംഘടനയുടെ സംസ്ഥാന തലത്തിൽ നിന്നും ജില്ലയിൽ നിന്നും സോണിൽ നിന്നുമൊക്കെ തരുന്ന വ്യത്യസ്തങ്ങളായ പദ്ധതികൾ നമ്മുടെ നാട്ടിലെ യൂണിറ്റ് കമ്മിറ്റികളും ഭാരവാഹികളും എക്സിക്യൂട്ടീവും ഒക്കെ ഇരുന്ന് ചർച്ച ചെയ്ത് നാട്ടിൽ ഏത് രൂപത്തിൽ അത് പൂർത്തീകരിക്കാൻ കഴിയും, നടപ്പിൽ വരുത്താൻ കഴിയും എന്ന് സർവ്വവിധ ശ്രമണം നടത്തി അതിന്